if you are a leader and if you are serving well, ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ബ്ലെസ് യു. യു വിൽ ഗ്രോ. നിങ്ങളുടെ ശുശ്രൂഷയൊക്കെ വളരും, സഭ വളരും ഒക്കെ ചെയ്യും. അപ്പോൾ വേറൊരു വാക്കി പറഞ്ഞാൽ യു ആർ ആക്ച്വലി ക്ലൈമ്പിങ് ടു ദ ടോപ്പ്. നിങ്ങളെന്താണ് ആ ഗോവണിയിൽ എന്താണ്, നിങ്ങൾ ഏണിയിലിങ്ങനെ മുകളിലോട്ട് കയറുക. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദ മോർ യു ഗോ അപ്പ് യു ഫീൽ വെരി ലോൺലി. അതാണ് അടുത്തൊരു പ്രശ്നം. ഫീലിംഗ് വെരി ലോൺലി അറ്റ് ദ ടോപ്പ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നേതൃത്വത്തിലൊക്കെ ഒരുപാട് മുന്നേറി ഉയരത്തിലേക്ക് പോകാൻ ദൈവം അനുവദിക്കും. പക്ഷെ ഉയരത്തിലേക്ക് പോകുമ്പം പലർക്കും ഉള്ള കുഴപ്പം അവിടെ എന്താണുള്ളത്? ഒരു ഏണിയുടെ മണ്ടേ കയറി അങ്ങ് ഇരിക്കുക. അവിടെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഒരുത്തൻ വലിഞ്ഞ് കയറി തെങ്ങിൻ്റെ മണ്ടേ കയറി. ഈ തെങ്ങിലെല്ലാവരും കൂടെ മണ്ടേ കയറി ഇരിക്കുമോ? ഇല്ല. തെങ്ങിൻ്റെ മണ്ടയിൽ ഒരുത്തന്നെ ഇരിക്കത്തുള്ളൂ, അല്ലേ? ഒരുത്തൻ വലിഞ്ഞ് പിടിച്ചങ്ങ് മണ്ടേ കയറിയും പോയി. ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇതാണ് ഒത്തിരി പേര്. ദേ ആർ ഫീലിംഗ് വെരി ലോൺലി ഇൻ ദ ടോപ്പ്. അവിടുത്തെ ഒരു പ്രശ്നം, ലീഡർഷിപ്പ് ക്യാൻ ബി എ ഐസൊലേറ്റിംഗ് പ്ലേസ്. എല്ലാവരും കൂടെ നമ്മളെ അങ്ങ് തള്ളി അങ്ങോട്ടങ്ങ് വിട്ടു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, ഇല്ലേ? തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ വിളിച്ചാണ് ഈ പറഞ്ഞ പോലെ തുടങ്ങിച്ചത്. പക്ഷേ തുടങ്ങി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ഉയരത്തിലോട്ട് പോയപ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു പതുക്കെ അങ്ങ് മാറി. അവിടെയാണ് പലർക്കും ഈ ലീഡർഷിപ്പിൽ, പ്രത്യേകിച്ച് വെൻ യു ആർ ഓൺ ദ ടോപ്പ്, ഹൗ ഐസൊലേറ്റഡ് യു ആർ, ഹൗ മച്ച് ലോൺലി യു ആർ, ഇത് മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കത്തില്ല.